Hello guys, welcome back to my YouTube channel. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. സത്യങ്ങൾ പുറത്തു വരുന്നു. ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയുവാനുള്ള രഹസ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്താണ് 7 കാർഡ്സ് ആണ് എടുത്തു വെച്ചിട്ടുള്ളത്. അവസാനം കുറച്ച് ലവ് മെസ്സേജസും കൂടെ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് നോക്കാം. നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് കറണ്ട് എനർജി അപ്ഡേഷൻസ് ആണ്. ഓരോ മനുഷ്യന്റെയും എനർജി ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. അവരുടെ ഓറ എനർജി, അവരുടെ ചിന്താഗതികൾ, കറണ്ട് എനർജി എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതാണ് നമ്മൾ അപ്ഡേഷൻ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതാണ്. ആൻഡ് ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ. ലെറ്റ് us see what will be the energy. നമ്പർ 33 ആണ് കിട്ടിയിട്ടുള്ളത്. സ്പിരിറ്റ് ഓഫ് ദ വെസ്റ്റ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സ്ട്രെസ്ഡ് ഔട്ട് ആണ്, ഒറ്റയ്ക്ക് നിൽക്കുന്നു, അതാണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതായത് ഒറ്റയ്ക്ക് നിൽക്കാം, സ്ട്രെസ്ഡ് ഔട്ട് ആണ്. അതായത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട്, അതായത് ആഘോഷിക്കാനോ മറ്റുള്ളവരായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കാനോ ഒന്നും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. സോ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം കണക്ട് ചെയ്താൽ പോലും അത് മര്യാദക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നില്ല. ഓക്കെ, അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ ചോദ്യമായിരിക്കാം, മറ്റുള്ളവരായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ ഹാപ്പി ആയിട്ട് നിൽക്കണമല്ലോ. ഇപ്പൊ അവര് ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ ഈ പേഴ്സണും അതുപോലെ തന്നെ നിൽക്കണം അല്ലെ, പോസിറ്റീവായിട്ട് നിൽക്കണം. പക്ഷെ എന്താ പറയാ, അഭിനയിക്കാൻ ഈ പേഴ്സൺ അറിയില്ല. അതായത് മനസ്സിൽ എന്താണോ അത് തന്നെ പുറത്ത് കാണിക്കാനേ ഈ പേഴ്സണെ കൊണ്ട് പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മനസ്സിൽ വിഷമമായതുകൊണ്ട് അങ്ങനെ തന്നെ സ്ട്രെസ്ഡ് ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാനാണ്, ഒറ്റയ്ക്ക് കരയുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഹീലാകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സെൽഫ് കെയർ ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ടുള്ള സ്വന്തം കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നന്നായിട്ട് ശരീരമൊക്കെ നോക്കുക, സ്കിൻ കെയർ ചെയ്യുക, ഹെയർ കെയർ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രങ്ങൾ, പ്രാർത്ഥനകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അമ്പലത്തിൽ പോവുക, പള്ളിയിൽ പോവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും മെഡിസിൻ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എടുക്കുക, അത് കൺസൾട്ട് ചെയ്യുക. അങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരിക്കലും നെഗറ്റീവ് ആണ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ മറ്റുള്ളവരായിട്ട് മിണ്ടുന്നില്ല, ഒറ്റപ്പെട്ടിരിക്കുകയാണ് എന്ന് കരുതിയിട്ട് അതൊരിക്കലും നെഗറ്റീവ് ആണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ചില കേസുകളിൽ അത് നെഗറ്റീവ് ആണ്, പക്ഷെ ചില കേസുകളിൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സെൽഫ് ഇവാലുവേഷൻ ചെയ്യുന്നുണ്ട്, സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നുണ്ട്. അതായത് സ്വന്തമായിട്ട് ഈ പേഴ്സൺ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് കംപ്ലീറ്റ്ലി ഒരു 100% സത്യസന്ധമായിട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നില്ല. അതിപ്പോ എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. ബട്ട് ആ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചിട്ടുള്ള വിലയിരുത്തലാണ്, അല്ലെങ്കിൽ അത് തെറ്റാണ്, അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നിങ്ങനെയുള്ള ഒരു സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, അങ്ങനത്തെ ഒരു കാര്യമാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെൽഫ് ഇവാലുവേഷൻ ആൻഡ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ സ്വന്തമായിട്ട് മനസ്സിലാക്കുകയും സ്വന്തം തെറ്റുകൾ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ആ ഒരു മനസ്സെന്ന് പറയുന്നത് അതെല്ലാവർക്കും കിട്ടണമെന്നില്ല. ഓക്കെ, അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. വളരെ കുറച്ച് സെലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു ക്വാളിറ്റിയും കൂടിയാണ്. ഇപ്പൊ ഈ പറയുന്ന നിങ്ങൾക്കോ എനിക്കോ പോലും അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നില്ല. ബിക്കോസ് ഒരു 100 പേരെടുത്ത് നോക്കിയാലും 95 പേരും സ്വന്തമായിട്ട് ന്യായീകരിക്കുന്ന ആൾക്കാരായിരിക്കും. സ്വന്തം തെറ്റുകൾ, ഇപ്പൊ സ്വന്തമായിട്ട് തെറ്റ് ചെയ്താൽ പോലും അതിനെയും ഗ്ലോറിഫൈ ചെയ്യുന്ന, അതിനെയും ന്യായീകരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് അങ്ങനെയല്ല. സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടും എങ്ങനെ ഹൗ ക്യാൻ ബി പുട്ട് ഇറ്റ് മോർ ബെറ്റർ, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ലെവലിലേക്കാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇങ്ങനത്തെ ഒരു പേഴ്സണ് ഇപ്പോൾ നിങ്ങൾക്ക് അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടേ നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നുള്ളൂ. കാരണം ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഒരു ഈസി ഡീൽ. ഓക്കെ, അത് അതൊരു ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് ഇറ്റ്സ് എ ബിഗ് ഡീൽ. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ കോമൺ. ഫസ്റ്റ് ഓഫ് ഓൾ, അതായത് എല്ലാവരിലും അതൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യവുമല്ല. അതും കൂടി മനസ്സിലാക്കുക. ഓക്കെ, സോ അതാണ് കാണിക്കുന്നത്. ദെൻ ഈ പേഴ്സണ് ഇനി ഈ വ്യക്തി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് എനർജിയിലാണ്, ഏത് ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആൻഡ് ദിസ് വിൽ ബി ദ സെക്കൻഡ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ. ലെറ്റ് us see what will be the energy. ബിർച്ച് ആണ് കിട്ടിയിട്ടുള്ളത്, ബിർച്ച്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ട്രീ ദാറ്റ് വി ക്യാൻ സീ ഇൻ ദ വെസ്റ്റേൺ കൺട്രീസ്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു എനർജിയാണ് ഈ പേഴ്സൻ്റെ കിട്ടിയിട്ടുള്ളത്. കാരണം എന്താ പറയുക, ഈ പേഴ്സൺ ഒട്ടും തന്നെ സപ്പോർട്ടില്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു. ഒരു സപ്പോർട്ടില്ല, മറ്റുള്ളവരിൽ നിന്നും യാതൊരു തരത്തിലുള്ള സപ്പോർട്ട് ഈ വ്യക്തിക്ക് ലഭിക്കുന്നില്ല. ഒരു പ്രിവിലേജസും ഈ വ്യക്തിക്ക് ലഭിക്കുന്നില്ല. കാരണം ചിലപ്പോൾ ഈ വ്യക്തി പറയുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർ കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മാനസികാവസ്ഥ എന്താണ് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ പറഞ്ഞു വരുമ്പം അത് മറ്റുള്ളവർ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നില്ല. ഓക്കെ, അത് മാത്രമല്ല ഈ പേഴ്സണെ മാത്രം കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്കായിരിക്കും അവർ പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ കേൾക്കുന്ന ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഇറ്റ്സ് മേ ബി ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഓർ കസിൻസ് ഓർ ഫാമിലി ഫ്രണ്ട് എക്സെട്ര, ആരും ആയിക്കോട്ടെ, കൊളീഗ്സ് ആയിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും എന്താണ്, അവര് ഈ പേഴ്സണെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും സപ്പോർട്ട്, ഒട്ടും പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു മെന്റൽ സപ്പോർട്ട് ഈ വ്യക്തിക്ക് കിട്ടുന്നില്ല. ഒട്ടും തന്നെ പ്രിവിലേജ് കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും വെൻ വി വിൽ സേ ഇൻ ദ കേസ് ഓഫ് ദിസ് റിലേഷൻഷിപ്പ് വിത്ത് യു, എന്താ റിലേഷൻഷിപ്പിലാണെങ്കിലും ബോത്ത് ഇൻ ദ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഈ പേഴ്സൺ എവിടേക്കോ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ ചീറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വിൽ ബി എ ബിഗ് ലെസൺ. അത് ചില കേസുകളിൽ നമുക്കത് വലിയൊരു പാഠമായിരിക്കും. ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ചീറ്റിംഗ് കിട്ടുമ്പോൾ നമുക്ക് ലൈഫ് ലോങ് ഓർത്ത് വെക്കാൻ പറ്റുന്ന വലിയൊരു പാഠമാണ്. അത് നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യാനും അതിനെക്കുറിച്ച് ഓർക്കാനും നമ്മൾ ശ്രമിക്കും, അല്ലേ? ഇപ്പോൾ ഓരോ വ്യക്തികൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പം അവരെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കത്തില്ല. ബിക്കോസ് ഇങ്ങനെ ഒരു ചാപ്റ്റർ, ഇങ്ങനെ ഒരു ലെസൺ നമ്മുടെ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പിന്നെ ലൈഫിലേക്ക് വന്ന് കയറുന്ന എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കില്ല. അപ്പോൾ ഈ പേഴ്സന്റെ ലൈഫിൽ അങ്ങനെ ഒരു ചീറ്റിംഗ് എനർജി വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അത് ചിലപ്പോൾ പണ്ടായിരിക്കാം, വളരെ പണ്ടുള്ള ഒരു മാനസിക വേദനയായിരിക്കാം, ഇതുപോലെ വന്നിട്ടുള്ള ഒരു ചീറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലോ അങ്ങനെ ഒരു എനർജി ഈ പേഴ്സണെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് കൺട്രോളിങ്, ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട്, വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും മാറാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പം ഒരു ജോലി സംബന്ധമായിട്ട് ഇപ്പൊ സപ്പോസ് ഈ പേഴ്സൺ ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു ജില്ലയിലാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ അവിടെ നിന്നും മാറിയിട്ട് മേ ബി ഒരു എറണാകുളത്തോട്ടോ അല്ലെങ്കിൽ തൃശ്ശൂരിലോട്ടോ, ഞാനൊരു എക്സാമ്പിൾ പറയാണ്, വേറൊരു ഡിസ്ട്രിക്റ്റിലേക്ക് മാറാൻ ശ്രമിക്കുന്നു. അതായത് പുതിയ ഒരു ചുറ്റുപാട്, പുതിയ ആൾക്കാർ, പുതിയ കണക്ഷൻസ്, പുതിയ എനർജി, അല്ലെങ്കിൽ പുതിയ ജോലി, അല്ലെങ്കിൽ വേറെ പൊസിഷൻ, ഓക്കെ, ആ ഒരു ലെവലിലേക്ക് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രശ്നങ്ങളെ ഫൈറ്റ് ചെയ്യാനായിട്ട്, പ്രശ്നങ്ങളായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. പകരം ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ന്യൂ കണക്ഷൻസ് ആണ്, ന്യൂ ആൾക്കാരായിട്ടുള്ള ആ ഒരു കണക്ഷൻസ്, പുതിയ സ്ഥലം, പുതിയ ചുറ്റുപാട്, ആ ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ഒരു കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വാട്ട് വെർ ഓൾ ഗോയിങ്, എന്താണ്
ഈ പേഴ്സന്റെ ചുറ്റുപാടും എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സന്റെ തീരുമാനം എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങളായിട്ട് ഈ പേഴ്സൺ ഒരു നോ കോണ്ടാക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. സോ ഏതൊരു ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും എന്താണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എനർജി എന്നുള്ളത്, ഈ പേഴ്സന്റെ തീരുമാനം എന്താണ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ഒരു മൊത്തമായിട്ടുള്ള ഒരു അഭിപ്രായം, ഒരു മനോഭാവം എന്താണ് എന്നുള്ളത് നോക്കാം. Let us see, and we got the card as inner healer. Okay, inner healer, we can see yeah, the yellow butterfly. Okay, മഞ്ഞ കളറിലുള്ള ബട്ടർഫ്ലൈസ്, ചിത്രശലഭങ്ങളെ നിങ്ങൾ ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ കാണുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, TV അങ്ങനെയുള്ളതിലൂടെ കാണുകയാണ്, അല്ലെങ്കിൽ നേരിട്ട് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് അത് ഒരു ഹീലിങ്ങിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. ബിക്കോസ് ഹീലിങ്ങിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ്. അതായത് ഇപ്പോൾ ഒരു യെല്ലോ ബട്ടർഫ്ലൈനെ നിങ്ങൾ കാണുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ കൂടെ പോവുകയാണ്, നിങ്ങളുടെ മേത്ത് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ബിക്കോസ് യെല്ലോ കളർ എന്ന് പറയുമ്പോൾ തന്നെ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ കളർ ഓഫ് സൺ. ഓക്കെ, സണ്ണിന്റെ ഒരു കളറാണെന്ന് നമുക്ക് പറയാം. ആൻഡ് ഓൾസോ യെല്ലോ ഇറ്റ്സ് ഓൾ അബൌട്ട് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഒരു അർത്ഥം എന്ന് പറയുന്നത് അതൊരു വെളിച്ചത്തെയും ഒരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഒരു ബുദ്ധിശക്തി, വിജയം, അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കളറും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി അതൊരു ഇന്നർ ഹീലിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഈ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ധാരാളം ടോക്സിസിറ്റി നടന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ടോക്സിസിറ്റി നടന്നിട്ടുള്ളതായിട്ട് എന്ന് പറയുമ്പോൾ, ടോക്സിക് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, മോശമായിട്ടുള്ള ചില കാര്യങ്ങൾ, മോശമായിട്ടുള്ള ബന്ധങ്ങളായിരിക്കാം, മോശമായിട്ടുള്ള കർമ്മങ്ങളായിരിക്കാം. ഓക്കെ, ബിക്കോസ് നോ വൺ ഈസ് പെർഫെക്റ്റ്, ആരും പെർഫെക്റ്റ് അല്ല. സോ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടാകും, റൈറ്റ്? സോ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നോ, അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ആയിട്ട് വന്നിട്ടുള്ള ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നോ പെർഫെക്റ്റ് ആയിട്ടൊരു ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പടർന്നു കയറിയിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ആ ഒരു തേർഡ് പാർട്ടിയുടെ പരിധിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു കൺട്രോളിലേക്ക് ഈ പേഴ്സൺ മാറിപ്പോയിട്ടുണ്ടാകാം. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളെ ഡൗട്ട് അടിക്കാം, നിങ്ങളെ സംശയിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തുക, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരാതിരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് ബ്രേക്കേജസ് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഈ പേഴ്സൺ അറിഞ്ഞോ അറിയാതെയോ ഈ പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തെറ്റായ രീതിയിൽ ചെയ്തു പോയതായിട്ട് കാണിക്കുന്നു. പക്ഷെ അത് ഒരിക്കലും കംപ്ലീറ്റ്ലി ഈ പേഴ്സന്റെ മാത്രം കുറ്റമല്ല. വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദ ടോക്സിസിറ്റി സ്പ്രെഡ് ആയതാണ്. അത് ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജി അത് വേറൊരു പേഴ്സണിൽ നിന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു കയറി കൂടിയതാണ്. ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും ഇൻവൈറ്റ് ചെയ്തതല്ല, അത് താനെ കടന്നു കയറി കൂടിയതാണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഉറപ്പായിട്ടും എന്താന്ന് വെച്ചാൽ അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രോമയാണ്, ഒരു മാനസിക ബുദ്ധിമുട്ട് തന്നെയാണ്, മനസ്സിനെ ഏറ്റിരിക്കുന്ന വലിയൊരു മുറിവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്കും അത് നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതൊരു ഡൗട്ട്സ് ഒക്കെ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. കാരണം അവിടെ ഒരുപാട് സംശയങ്ങൾ വന്നു, അവിടെ ഒരു നെഗറ്റിവിറ്റി വന്നു, അതിലൂടെ ഒരുപാട് സംശയങ്ങൾ വന്നു, ഇൻസെക്യൂരിറ്റീസ് വന്നു, ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ലെവലിലേക്ക് പോയി. ഓക്കെ, പിന്നെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് പോലും ഈ പേഴ്സൺ അത്രയും ഇഷ്ടമല്ലാത്ത ലെവലിലേക്ക് മാറി. നിങ്ങൾ എത്രയോ മനോഹരമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഈ ഒരു കണക്ഷൻ വളരെ ടോക്സിസിറ്റിയിലേക്ക് വഴിമാറിപ്പോയി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് മേ ബി നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കൊണ്ടോ തേർഡ് പാർട്ടി ഇവിടെ ഒഴിഞ്ഞു പോയിട്ടുണ്ടാകാം. ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജി കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. സോ ഇപ്പോൾ ഈ പേഴ്സന്റെ ഒരു തീരുമാനം ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളത് ഉറപ്പായിട്ടും ഒരു സമാധാനത്തെയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഒരു സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഒരു സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ സ്ഥലം മാറി ഒക്കെ പോകാൻ ശ്രമിക്കുന്നത്. കാരണം ഇനിയും ഓരോ ടോക്സിസിറ്റിയിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ പേഴ്സന്റെ സേഫ് ആയിട്ടുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് ഇനിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി
ഒരു സ്ഥലം മാറി പോകുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ട്രാൻസ്ഫറിങ് അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും വി ക്യാൻ സേ ദാറ്റ് ഈ പേഴ്സണ് എന്താണ് ടോക്സിസിറ്റി ഈ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അത് മൊത്തം ഹീല് ചെയ്യാനാണ്, പരിഹരിക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത 3 ദിവസത്തിനുള്ളിൽ ഈ വ്യക്തിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അടുത്ത 3 ദിവസത്തിനുള്ളിൽ ഈ പേഴ്സണിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സോൾ റാഡിയൻസ് ആണ്, ഫിനിക്സ് റൈസിംഗ് ആണ്. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് എ ലേഡി സ്റ്റാൻഡിങ് ഹിയർ ആൻഡ് ഒരു വിങ്സ് പോലെ ഒരു ചിറക് മാലാക പോലെയാണ്, ചിറകുകളുണ്ട്, 2 കൈയും ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ്. അത് വളരെ അഭിമാനത്തോട് കൂടി ഒരു സല്യൂട്ടേഷനോട് കൂടി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു എനർജിയാണ്. ആ ഒരു സോൾ എനർജി, അതായത് ഫിനിക്സ് റൈസിംഗ് എന്ന് പറയുന്ന ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയരുക, പറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഒരു കാര്യത്തെ പറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ പേഴ്സന്റെ സോളിലേക്ക് വരാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ എനർജി വരുന്നുണ്ട്. അത് മേ ബി ഒരു മാനിഫെസ്റ്റേഷന്റെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഈ പേഴ്സന് കൊടുക്കുന്ന ഒരു അവസരമായിരിക്കാം. അപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിൽ പോലും അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് ടോട്ടലി പല മേഖലകളിലും ഈ വ്യക്തിയെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ബാധിക്കുന്നു. അപ്പോൾ പോസിറ്റീവായിട്ട് ഇതിനെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പേഴ്സന്റെ ഹെൽത്ത് ഇഷ്യൂസ്, ആരോഗ്യ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനെ മറികടക്കാനായിട്ട് പറ്റുന്നു. നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ അതിനെ എടുത്തു മാറ്റാനായിട്ട് പറ്റുന്നു. സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികളും കാണിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ ഈ വ്യക്തിക്ക് മുന്നിൽ തുറന്നു വരുന്നു. ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ തീർച്ചയായിട്ടും കുറേ കാലങ്ങളായിട്ട്, കുറച്ച് നാളുകളായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ പുതിയതായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ, അത് മേ ബി ഒരു ന്യൂ റീസ്റ്റാർട്ട് ആയിരിക്കാം, പുതിയ തുടക്കമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരണമെന്നായിരിക്കാം, നിങ്ങളോട് സംസാരിക്കണമെന്നായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു കാര്യം ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടോ അത് തീരുമാനിച്ചു കഴിയുമ്പോൾ ഈ വ്യക്തിക്ക് അത് പ്രാക്ടിക്കൽ ആക്കാനായിട്ട് പറ്റുന്നില്ല. അവിടെ ഒന്നിനെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിസിറ്റി വരിക, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ഒരു ഇത് വരിക, അല്ലെങ്കിൽ നിങ്ങളായിട്ട് എന്തെങ്കിലും പൊരുത്തക്കേടുകൾ വരിക. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് ദ ടൈം ഫോർ റിയൂണിയൻ ഓർ റീകൺസിലിയേഷൻ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഡയറക്റ്റ് ആയിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരവസരം. അതാണ് ഈ പേഴ്സൺ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ തേർഡ് പാർട്ടി എനർജി ഈ പേഴ്സണെ പുറകിലേക്ക് വലിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തേർഡ് പാർട്ടിയുടെ എനർജി കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ഔട്ട് ആകുന്നു. ഇപ്പൊ ഡ്രെയിൻ ഔട്ട് ആവുക എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടിയുടെ ആ ഒരു നെഗറ്റീവ് എനർജി ഇല്ലാതെ ആകുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു അവസരം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളെ തേടിയിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഹൈഡ് അവേ ആണ്. ഹൈഡ് അവേ, മേക്ക് ടൈം ടു ബി വിത്ത് യുവർ പേഴ്സൺ, ക്രിയേറ്റ് യുവർ ഓൺ സ്പെഷ്യൽ ഹൈഡ് അവേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ പേഴ്സണായിട്ട് സമയം ചെലവഴിക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ രണ്ടുപേരെ അലട്ടിക്കൊണ്ടിരുന്നത് ഒട്ടും തന്നെ പ്രൈവസി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രൈവസി ഇല്ലായ്മ, അതായത് ഒരു നമ്മളുടേതായിട്ടുള്ള, പ്രൈവസിയുടെ മലയാളം വാക്ക് എനിക്ക് കിട്ടുന്നില്ല, നമ്മളുടേതായിട്ടുള്ള ഒരു സ്വകാര്യത, അതെ, ആ സ്വകാര്യത ഇല്ലായ്മ, അല്ലെങ്കിൽ ആ സ്വകാര്യത ഇല്ലായ്മയായിരുന്നു നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പോൾ ആ ഒരു സ്വകാര്യത നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ഏത് കണക്ഷൻ ആണെങ്കിൽ പോലും അവിടെ ഒരു സ്വകാര്യത ഇല്ലായ്മ നിങ്ങൾക്കൊരു വില്ലനായിട്ട് വന്നിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറിപ്പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ചാൻസ്, ഒരവസരം. ഇനി ഈ പേഴ്സന്റെ സോള് എന്താണ് ആഗ്രഹിക്കുന്നത്?
ഈ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ, അതായത് നിങ്ങളായിട്ട് ഈ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ആയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ പേഴ്സന്റെ സോള്, ഈ പേഴ്സന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്? ഓക്കെ, അത് നമ്മളൊരു സ്പിരിച്വൽ പരമായിട്ട് എടുത്തിട്ടുള്ള ഒരു എനർജിയാണ്. ഫോർഗീവ്നെസ് ആണ്. അതായത് ഈ പേഴ്സന്റെ മനസ്സ് തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ക്ഷമാപണം. അതായത് കൂടുതൽ തെറ്റുകൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്, അതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണെങ്കിൽ പോലും വളരെയധികം കോൺഫിഡൻറ്റോട് കൂടി, വളരെയധികം ആത്മധൈര്യത്തോടു കൂടി ഈ പേഴ്സണെ ഫേസ് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നും അത്രയൊന്നും തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. ഓക്കെ, പക്ഷേ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, അത് ഡാം ഷുവർ ആണ്. അത് തന്നെയാണ് ഈ പേഴ്സണ് നിങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് കാണാനായിട്ടുള്ള ഒരു ലജ്ജ, ഒരു നാണക്കേട്, അല്ലെങ്കിൽ ഒരു പേടി, അല്ലെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തകൾ, ഇതെല്ലാം ഈ പേഴ്സണെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ അത് പെയിൻഫുൾ ആണ്, പക്ഷെ എങ്കിൽ പോലും ആ ഒരു പെയിൻ, ആ ഒരു വേദന പുറത്തേക്ക് കളയാനും അത് നിങ്ങളെ കണ്ട് ഒന്ന് മാപ്പ് പറയുന്നതോട് കൂടി, ഫോർഗീവ്നെസ് ആണ്, മാപ്പ് പറയുന്നതോട് കൂടി അത് മാറിപ്പോകുമെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല ഈ പേഴ്സന്റെ സോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ക്ഷമ കൊടുക്കണം എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് ആലോചിച്ചിട്ട് പോലും ഈ പേഴ്സണ് സമാധാനമായിട്ട് ചിലപ്പോൾ ഒന്ന് മര്യാദക്ക് ഇരിക്കാൻ പോലും പറ്റുന്നില്ലായിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് യൂണിവേഴ്സ് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഓവറോൾ എനർജിയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നോക്കാം. മോഡറേഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം ഭയങ്കര നല്ല സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന ഒരു ലേഡീനെ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട്, അതായത് ആരോഗ്യം ശ്രദ്ധിക്കുക, കഴിക്കുന്ന ഫുഡ് ശ്രദ്ധിക്കുക, അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള സ്വഭാവശീലങ്ങൾ ഉണ്ടെങ്കിൽ മദ്യപാനം, പുകവലി, അല്ലെങ്കിൽ ഒരുപാട് നേരം എന്തെങ്കിലും കാര്യങ്ങളിൽ ടൈം സ്പെൻഡ് ചെയ്യുക, ഇപ്പൊ ജോലിയാണെങ്കിൽ പോലും ഓവറായിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഹെൽത്തി അല്ലാത്ത ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ സ്പീഡിന് വണ്ടി ഓടിക്കുക, അങ്ങനത്തെ കുറേ മോശപ്പെട്ട സ്വഭാവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാനായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിനെ നല്ല രീതിയിൽ ബാധിക്കും. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ആണെങ്കിൽ പോലും നിങ്ങളുടെ സോളിനും കൂടെ അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇലക്കറികളൊക്കെ കൂടുതൽ കഴിക്കാനായിട്ട് ശ്രമിക്കണം. ഡീഹൈഡ്രേഷൻ വരരുത്, ഒരുപാട് വെള്ളം കുടിക്കണം, നാരങ്ങ കഴിക്കണം, അതുപോലെ എന്താ പറയുക, തുളസി ഇല ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. രാവിലെ എഴുന്നേറ്റിട്ട് സൂര്യന്റെ വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. യോഗ, ജിം, എയറോബിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരീരത്തിന് വ്യായാമം കൊടുക്കുക. സെൽഫ് വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കരിയറും അതുപോലെ എല്ലാ കാര്യവും നിങ്ങൾ ഒരുപോലെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു നമ്മൾ ഓരോ മനുഷ്യനും ജീവിച്ചു പോകുന്ന നമ്മുടെ ജീവിത രീതി, അപ്പോൾ ഒട്ടും ഹെൽത്തി അല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈലിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഒരു ഹെൽത്തി പരമായിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് വരിക. ഓക്കെ, രാത്രി ഉറക്കമില്ലാണ്ട് കിടക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റുക. യെസ്, കുറച്ച് ലവ് മെസ്സേജസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. യു അണ്ടർസ്റ്റാൻഡ് മീ. യെസ്, അപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് മറ്റാരേക്കാളും നിങ്ങൾക്കാണ് ഈ പേഴ്സണെ അറിയാൻ പറ്റുന്നത്. യു ആർ ജസ്റ്റ് സച്ച് എ നൈസ് പേഴ്സൺ. നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയാണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. യു ക്യാൻ റീഡ് മൈ ഇന്നർ മോസ്റ്റ് തോട്ട്സ്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ മനസ്സിൽ എന്താണ് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും ഈ പേഴ്സൺ നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, യെസ്, യു കംപ്ലീറ്റ് മീ. യെസ്, അപ്പോൾ നിങ്ങളും കൂടി ചേരുമ്പോഴാണ് ഈ പേഴ്സൺ കംപ്ലീറ്റ് ആകുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ പരിപൂർണമായിട്ട് കംപ്ലീറ്റ് ആക്കി എന്നാണ് പറയുന്നത്. യു വുഡ് ട്രാവൽ ലോങ് ഡിസ്റ്റൻസസ് ജസ്റ്റ് ടു സീ മീ. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ട് ഈ പേഴ്സണെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടാകാം. അതൊക്കെ ഈ പേഴ്സണ് വളരെയധികം സ്പെഷ്യൽ ആണെന്ന് പറയുന്നു. വി ആർ
ഇൻഡിപെൻഡൻറ്റ് ഇൻഡിവിജ്വൽസ് യെറ്റ് വെൻ വി ആർ ടുഗെദർ വി ആർ ഇൻസപ്പറേബിൾ. നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ഫിനാൻഷ്യലി വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, എല്ലാം ആയിരിക്കാം. പക്ഷേ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ, ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ വേർപിരിക്കാൻ പറ്റില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. കാരണം അത്രയും നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ട്. ടച്ചിങ് യു ഇസ് ദ മോസ്റ്റ് വണ്ടർഫുൾ ഫീലിംഗ് എവർ. അപ്പം നിങ്ങൾ കൈ കോർത്തിരിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ ഒരു ടച്ച് ചെയ്യുക, അതൊക്കെ ഈ പേഴ്സണ് ഭയങ്കര ഇഷ്ടമാണ്. യു കെയർ അബൌട്ട് ഹൗ ഐ ഫീൽ. യെസ്, അതായത് ഈ പേഴ്സണ് ഇഷ്ടമാകോ ഇല്ലയോ, ഈ പേഴ്സൺ ഇഷ്ടപ്പെടുമോ, എന്താണ് ഇഷ്ടപ്പെടുന്നത്, എന്താണ് ഇഷ്ടപ്പെടാത്തത്, ഇതെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഐ ഫീൽ കംഫർട്ടബിൾ ഇൻ യുവർ ആംസ്. നിങ്ങളുടെ കൈകളിൽ ഞാൻ കംഫർട്ടബിൾ ആണ്, ഞാൻ ഭദ്രമാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. സോ ഇത്രയും കോംപ്ലിമെന്റ് ആണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നത്, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സോ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.